രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണങ്ങൾ കടുത്തതോടെ നിലപാട് ഘടിപ്പിച്ച് രമേശ് ചെന്നിത്തല. രാഹുൽ അടിയന്തരമായി രാജിവെക്കണമെന്ന് ചെന്നിത്തല. ദീപാദാസ് മുൻഷി, KPCC അധ്യക്ഷൻ തുടങ്ങിയവരുമായുള്ള ചർച്ചയിൽ ചെന്നിത്തല നയം വ്യക്തമാക്കിയിരിക്കുന്നു. PR പ്രവീണയാണ് തിരുവനന്തപുരത്ത് ചേർന്നത്. പ്രവീണ, നിലപാട് കടുപ്പിക്കുന്നു ചെന്നിത്തല, വിവരങ്ങൾ. രാഹുലിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളും ഇനി വരാനിരിക്കുന്ന പരാതികളും ഗൗരവമുള്ളതാണ്. കാരണം AICCയുടെ കയ്യിൽ തന്നെയുള്ള പരാതികൾ പലതും പുറത്തേക്ക് വരികയാണ്. ആ സാഹചര്യത്തിൽ അത് ഗൗരവമുള്ളതാണ്, ഇനി വച്ചുപൊറുപ്പിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഒരു നിമിഷം പോലും വൈകാതെ MLA സ്ഥാനത്തുനിന്ന് രാജിവയ്പ്പിക്കണം എന്നുള്ള ആവശ്യമാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. VD സതീശനടക്കം കൈവിട്ടിരിക്കുന്ന സ്ഥിതിക്ക് അത്രയും ഗുരുതരമാണ് കാര്യങ്ങളെന്ന് നേതാക്കൾക്കും വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ കൂടിയാലോചനയിൽ AICC നിർദ്ദേശപ്രകാരം കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മുതിർന്ന നേതാക്കളുമായെല്ലാം കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇന്നലെ രാത്രി മുതൽ തിരക്കിട്ട ചർച്ചകളാണ്. ആ ചർച്ചയ്ക്കിടയിലാണ് ഇപ്പോൾ നാട്ടിലില്ലാത്ത രമേശ് ചെന്നിത്തല ഇപ്പോൾ വിദേശത്ത് ഒരു ടൂറിലാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഫോണിൽ വിളിച്ച് കൂടിയാലോചനകൾ ചെയ്തത്. ഈ കൂടിയാലോചനയിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ദീപാദാസ് മുൻഷിയും ഉണ്ടായിരുന്നു. ഇതിലാണ് നിലപാട് വ്യക്തമാക്കിയത്. ഒരു ഇഞ്ച് പോലും രാഹുലുമായി മുന്നോട്ട് പോകാനാകില്ല, അടിയന്തരമായി രാജിവെപ്പിക്കണം. അതാണ് പാർട്ടിക്കും പാർട്ടി പ്രവർത്തകർക്കും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ ദിവസം ദീപാദാസ് മുൻഷി മാധ്യമങ്ങളെ കണ്ട സമയത്ത് രാഹുൽ ഭാരവാഹിത്വമൊക്കെ ഒഴിഞ്ഞല്ലോ, ഇനിയിപ്പോ പെട്ടെന്ന് MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലായിരുന്നു പ്രതികരണങ്ങളൊക്കെ നടത്തിയത്. പക്ഷെ ആ സീനൊക്കെ മാറി പിന്നീട് കൂടുതൽ ഈ ഓഡിയോ സന്ദേശങ്ങളും ഈ മറ്റു തെളിവുകളും ഒക്കെയും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ചെന്നിത്തല ഇങ്ങനെ നിലപാട് ഘടിപ്പിക്കുമ്പോൾ ഇന്ന് തന്നെ ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തുമോ? മറ്റ് നേതാക്കളുമായി കൂടിയാലോചനകളൊക്കെ നടത്തി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇന്ന് കോൺഗ്രസിന് ഈ വിഷയം ഫ്രെയിം ചെയ്യാൻ കഴിയുമോ? നേരത്തോടുകൂടിയോ നാളെ രാവിലെയോടുകൂടിയോ അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ചർച്ചകളുടെ വേഗം കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഇന്നലെ ചില സൂചനകൾ കിട്ടിയിരുന്നു, ഇന്നലെ രാത്രിയോടെ തന്നെ തീരുമാനമാകുമെന്ന്. എന്നാൽ എല്ലാ നേതാക്കളെയും ഇന്നലെ തന്നെ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല ദേശീയ നേതൃത്വത്തിന്. അതുമാണ് ചർച്ചകൾ വൈകിയത്. മാത്രവുമല്ല, ആശങ്കകൾ നിൽക്കുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ എന്തായാലും 8 മാസം സമയമുണ്ട്. ഈ 8 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പിന് BJP കളമൊരുക്കും എന്നുള്ളതും ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ വലിയ തിരിച്ചടി നേരിടുമെന്നൊക്കെ ഒരു വിഭാഗം, പ്രത്യേകിച്ച് വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഭൂരിപക്ഷത്തിന് അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണക്കിലെടുത്തായിരുന്നു. പക്ഷേ ഇന്നലെ വന്ന ഓഡിയോ കൂടി, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന അത്തരത്തിലുള്ള ഓഡിയോ കൂടി പുറത്തു വന്നതോടുകൂടി രാഹുൽ എന്ന വ്യക്തിക്കെതിരെ ഇനി ആ വ്യക്തി MLA സ്ഥാനത്തിരിക്കാൻ ഒരു തരത്തിലും യോഗ്യനല്ല എന്നുള്ള നിലപാടിലേക്ക് നേതാക്കൾ പെട്ടെന്ന് എത്തുകയായിരുന്നു. VD സതീശൻ, അതായത് എക്കാലത്തും രാഹുലിനെ സംരക്ഷിച്ചു നിർത്തിയ VD സതീശന് പൂർണ്ണമായും കൈയൊഴിഞ്ഞതോടെ ഇനി ആ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ വലിയ കാര്യമാക്കേണ്ടതില്ല എന്ന് കൂടി ദേശീയ നേതൃത്വം തീരുമാനത്തിലേക്ക് എത്തുകയാണ്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി മിക്കവാറും തന്നെ രാഹുലിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകും. പ്രവീണ, ഇപ്പോൾ ഈ നേതാക്കളൊക്കെയും ഈ പല സ്ഥലങ്ങളിൽ ഇരുന്നാണോ ഈ കാര്യത്തിൽ സംസാരിക്കുന്നത്, അതോ ഈ തിരുവനന്തപുരത്തൊക്കെ ഉണ്ടോ, നേതാക്കളൊക്കെ ഉണ്ടോ? സേതു, നേതാക്കളല്ല. ഇന്ന് ഞായറാഴ്ചയാണ്. ശനിയും ഞായറും അവരുടെ മണ്ഡലങ്ങളിൽ സജീവമാകുന്ന ദിവസമാണ്. രമേശ് ചെന്നിത്തല ഉള്ളത് ഓസ്ട്രേലിയയിലാണ്. KPCC അധ്യക്ഷനുള്ളത് കണ്ണൂരാണ്. VD സതീശൻ പറവൂരിൽ നിന്ന് ഇന്ന് കൊല്ലത്തിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തി തിരികെ കൊച്ചിയിലേക്ക് തന്നെ മടങ്ങും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ദീപാദാസ് മുൻഷി ഇപ്പോൾ തിരുവനന്തപുരത്താണുള്ളത്. അപ്പോൾ നേതാക്കളുമായെല്ലാം ഫോണിലാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. KC വേണുഗോപാൽ ഡൽഹിയിലുമാണ്. അപ്പോൾ എല്ലാവരുമായും കൂടിക്കാഴ്ച എന്ന് ഉദ്ദേശിക്കുന്നത് ഫോണിൽ ചർച്ചകൾ നടത്തി തീരുമാനം. അത് എല്ലാവരെയും ഒരുമിച്ചിരുത്തി ഫോണിൽ ചർച്ചയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നേതാക്കളുടെ തീരുമാനം അവിടെ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു സംശയം, ഇപ്പോ ഈ ഇന്നലെ ഷാഫി പറമ്പലിന്റെ പ്രതികരണം വന്നിരുന്നു. ഇപ്പൊ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിലായിരുന്നു ഷാഫി പറമ്പലിന്റെ പ്രതികരണം. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നതും, ആ ഒരു പ്രതികരണം തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നതും. പക്ഷേ ഇന്ന് T സിദ്ദിഖ് നമ്മളോട് പ്രതികരിച്ചത് ഇതൊക്കെ ഷാഫിയിലേക്ക് വരുന്ന കാര്യങ്ങളാണ്, ഷാഫിയെ ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്ന പ്രതികരണങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് എന്നുള്ള രീതിയിൽ ഈ വിഷയത്തെ ലഘൂകരിക്കാനാണ് T സിദ്ദിഖ് ശ്രമിച്ചത്. അപ്പോൾ അതായത് ഒരു വിഭാഗം ഇപ്പോഴും രാഹുലിനെ പിന്തുണച്ചൊപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം എങ്ങനെയാകും ഇനി ചർച്ചയാവുക? പിന്നെ മറ്റൊന്ന്, ഈ ലീഗ് നേതൃത്വം ഇന്ന് KC വേണുഗോപാലിനെ കണ്ട് ഈ വിഷയം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകരുത്, എത്രയും വേഗം ഒരു കടുത്ത നടപടി ഉണ്ടാകണം എന്ന വിധത്തിൽ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നല്ലോ. സേതു, ആദ്യഘട്ടത്തിൽ ഘടകകക്ഷികൾക്ക് എല്ലാവർക്കും ഈ പറയുന്നത് പോലെ പാർട്ടി നടപടി അതിൽ തൃപ്തരായിരുന്നു. പക്ഷെ ഓരോ ദിവസവും പുറത്തു വരുന്ന തെളിവുകൾ കൂടുതൽ ബലപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ മുന്നോട്ട് പോകാനാകില്ല. പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനം അടുത്തിരിക്കുന്ന സമയത്ത് സർക്കാരിനെ പ്രതിരോധിക്കേണ്ട പ്രതിപക്ഷം സ്വയം പ്രതിരോധിക്കേണ്ട അവസ്ഥയിലേക്ക് ചുരുങ്ങരുത് എന്നുള്ള ആവശ്യമാണ് ഈ പറയുന്ന ഘടകകക്ഷികളൊക്കെ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഷാഫി എന്തായാലും ഈ ഘട്ടത്തിലും രാഹുലിനെ പൂർണ്ണമായും കൈവിട്ടിട്ടില്ല.
ഷാഫിയുടെ ആവശ്യം സ്ഥാനം, അതായത് പാർട്ടിയുടെ പദവി ഒഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ? CPM-കാർ ആവശ്യപ്പെടുന്നത് പോലെയൊക്കെ ചെയ്യാൻ നിന്നാൽ അതിനെ സമയം ഉണ്ടാവുള്ളൂ എന്നുള്ള തരത്തിലാണ് ഷാഫിയുടെ പ്രതികരണം വന്നതായി അറിയുന്നത്. പക്ഷേ അതിനി കണക്കാക്കേണ്ട കാര്യമില്ല. ഇത്തരത്തിൽ ഒരാളെ ചുമന്നുകൊണ്ട് പോകേണ്ട ബാധ്യത കോൺഗ്രസിനില്ല എന്നുള്ളതാണ് നേതാക്കളുടെ പൊതുവികാരം. ഓക്കെ പ്രവീണ, ശരി. അപ്പോൾ PR പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത്.